പശ്ചിമേഷ്യയിൽ ഇതിനകം തന്നെ ചൂടുപിടിച്ചിരിക്കുന്ന ഭൗമരാഷ്ട്രീയ സംഘർഷാവസ്ഥയ്ക്ക് പുതിയ തലങ്ങൾ നൽകുന്ന തരത്തിലാണ് ഇറാനും അമേരിക്കയും തമ്മിലുള്ള പുതിയ ആരോപണങ്ങളും സംഭവവികാസങ്ങളും മുന്നോട്ടു പോകുന്നത്. ഹോർമൂസ് കടലിടുക്കിന് കിഴക്ക് ഭാഗത്ത് ഇറാനിയൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഒരു അമേരിക്കൻ MQ-9 റീപ്പർ ഡ്രോൺ വെടിവെച്ചിട്ടതായി ഇറാൻ അവകാശപ്പെട്ട സംഭവം അതിൽ ഏറ്റവും ശ്രദ്ധേയമാണ്. ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ ഒരു ടാർഗറ്റിംഗ് സിസ്റ്റത്തിലൂടെ ആകാശത്ത് സഞ്ചരിക്കുന്ന ഡ്രോണിനെ പിന്തുടർന്ന് പിന്നീട് സ്ഫോടനം സംഭവിക്കുന്നതായാണ് കാണുന്നത്. എന്നാൽ ഈ വീഡിയോയുടെ യാഥാർത്ഥ്യം സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്നതും അമേരിക്കൻ അധികൃതർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നതും സംഭവത്തെ കൂടുതൽ അനിശ്ചിതത്വത്തിലാക്കുന്നു. ഹോർമൂസ് കടലിടുക്ക് ആഗോള എണ്ണ വ്യാപാരത്തിന്റെ പ്രധാന കേന്ദ്രമാണ്. ലോകത്തിലെ വലിയൊരു വിഹിതം ക്രൂഡ് ഓയിൽ ഈ കടലിടുക്കിലൂടെ കടന്നു പോകുന്നതിനാൽ ഇവിടെ ഉണ്ടാകുന്ന ഏത് സൈനിക നീക്കവും ആഗോള വിപണിയിൽ ഉടൻ പ്രതിഫലിക്കുന്നതാണ്. അതിനാൽ തന്നെ ഈ പ്രദേശത്ത് ഒരു US ഡ്രോൺ വെടിവെച്ചിട്ടെന്ന ആരോപണം സാധാരണ സൈനിക സംഭവമെന്നതിലുപരി ആഗോള സാമ്പത്തികവും സുരക്ഷാ സാഹചര്യങ്ങളെയും ബാധിക്കുന്ന ഒരു വിഷയമായി മാറുന്നു. ഇതിനൊപ്പം തന്നെ സൗദി അറേബ്യയിലെ പ്രിൻസ് സുൽത്താൻ വ്യോമതാവളത്തിൽ അമേരിക്കൻ സൈനിക സംവിധാനങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തിയെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. ഈ ആക്രമണത്തിൽ അമേരിക്കയുടെ KC-135 ഇന്ധന ടാങ്കർ വിമാനങ്ങൾക്കും E-3 സെൻട്രി AWACS നിരീക്ഷണ വിമാനത്തിനും കേടുപാടുകൾ സംഭവിച്ചു എന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇത്തരം വിമാനങ്ങൾ യുദ്ധഭൂമിയിലെ വ്യോമ നിയന്ത്രണത്തിനും നിരീക്ഷണത്തിനും നിർണായകമായതിനാൽ ഇവയ്ക്ക് സംഭവിക്കുന്ന നാശനഷ്ടം അമേരിക്കയുടെ സൈനിക പ്രവർത്തനശേഷിയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇറാന്റെ ഈ നീക്കങ്ങൾ തന്ത്രപരമാണ്. സൈനിക സാങ്കേതിക വിദ്യയിലും പ്രതിരോധ സംവിധാനങ്ങളിലും ഇറാൻ സ്വന്തമായി കൈവരിച്ച മുന്നേറ്റങ്ങൾ പ്രകടിപ്പിക്കാനുള്ള ശ്രമമായിരിക്കും ഇതെന്ന് ചില വിദഗ്ധർ വിലയിരുത്തുന്നു. പ്രത്യേകിച്ച് ഡ്രോണുകൾ കണ്ടെത്തി തകർക്കാനുള്ള ശേഷി തെളിയിക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നതെന്നും അഭിപ്രായങ്ങൾ ഉയരുന്നു. ഇതിനിടെ ഇറാൻ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ വാക്കുകളും സ്ഥിതിഗതികൾ കൂടുതൽ കടുപ്പിക്കുന്നതാണ്. അമേരിക്ക കരയുദ്ധത്തിലേക്ക് കടന്നാൽ അവരുടെ സൈനികരെ തീക്കൊളുത്തും എന്ന തരത്തിലുള്ള കർശന മുന്നറിയിപ്പാണ് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് നൽകിയിരിക്കുന്നത്. ഈ പ്രസ്താവന ഒരു പ്രതിരോധ നിലപാട് മാത്രമല്ല, ആവശ്യമായാൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് ഇറാൻ തയ്യാറാണെന്ന സന്ദേശവുമാണ് നൽകുന്നത്. ഇത് നടക്കുമ്പോൾ തന്നെ പശ്ചിമേഷ്യയിലെ മറ്റു സംഭവങ്ങളും പ്രദേശത്തെ അസ്ഥിരതയെ വർദ്ധിപ്പിക്കുന്നു. ജെറുസലേമിൽ ഓശാന ഞായറാഴ്ച ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ, റഷ്യയുടെ ബാൾട്ടിക് തുറമുഖങ്ങളിലേക്കുള്ള യുക്രൈൻ ആക്രമണങ്ങൾ, കൂടാതെ ഗൾഫ് മേഖലയിൽ സാമ്പത്തിക മുന്നറിയിപ്പുകൾ എന്നിവയൊക്കെ ഒരു വലിയ ജിയോപൊളിറ്റിക്കൽ സമ്മർദ്ദത്തിന്റെ ഭാഗമായി കണക്കാക്കപ്പെടുന്നു. ഈ സംഭവങ്ങൾ തമ്മിൽ നേരിട്ടുള്ള ബന്ധമില്ലെങ്കിലും ആഗോള രാഷ്ട്രീയ അന്തരീക്ഷം എത്രത്തോളം സംഘർഷഭരിതമാണെന്ന് അവ വ്യക്തമാക്കുന്നു. ഇതിനിടയിൽ പാകിസ്ഥാനിൽ നടന്ന നയതന്ത്ര ചർച്ചകളും ശ്രദ്ധേയമാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള സംഘർഷം നിയന്ത്രിക്കാനും ഒരു മാസത്തിലേറെയായി നീണ്ടുനിൽക്കുന്ന ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാനും ശ്രമിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ യോഗങ്ങൾ നടന്നത്. എന്നാൽ നിലപാടുകളിൽ വലിയ വ്യത്യാസം തുടരുന്നതിനാൽ ഉടൻ സമാധാനപരമായ പരിഹാരം ഉണ്ടാകുമോ എന്നതിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ആകെ കൂടി നോക്കുമ്പോൾ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഈ പുതിയ ആരോപണങ്ങളും സൈനിക നീക്കങ്ങളും ഒരു വലിയ ഏറ്റുമുട്ടലിന്റെ മുന്നോടിയായേക്കാമെന്ന ആശങ്ക ഉയരുന്നുണ്ട്. ഔദ്യോഗിക സ്ഥിരീകരണങ്ങളില്ലാത്ത വിവരങ്ങൾ, പരസ്പര ആരോപണങ്ങൾ, കർശന മുന്നറിയിപ്പുകൾ എന്നിവ ചേർന്ന് സ്ഥിതിഗതികളെ കൂടുതൽ സങ്കീർണമാക്കുന്നു. ഇത്തരത്തിൽ ചെറുതായി തോന്നുന്ന സംഭവങ്ങൾ പോലും വലിയ യുദ്ധത്തിലേക്ക് വഴിതെളിയാൻ സാധ്യതയുള്ളതിനാൽ അന്താരാഷ്ട്ര സമൂഹം ഈ സാഹചര്യത്തെ അതീവ ശ്രദ്ധയോടെ നിരീക്ഷിക്കുകയാണ്. 2026 ആരംഭിച്ച പുതിയ യുദ്ധഘട്ടം എല്ലാ കണക്കുകൂട്ടലുകളെയും മുഴുവനായി മാറ്റിമറിച്ചിരിക്കുകയാണ്. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ലക്ഷ്യമിട്ട് നടത്തിയ വ്യോമാക്രമണങ്ങൾ ഈ പദ്ധതികൾ നിർത്തിവെക്കുകയും പകരം കൂടുതൽ രഹസ്യവൽക്കരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തതായി വിലയിരുത്തലുകൾ സൂചിപ്പിക്കുന്നു. ചരിത്രപരമായി നോക്കുമ്പോൾ ഇത്തരം ആക്രമണങ്ങൾ ഒരു രാജ്യത്തിന്റെ ആണവശേഷി ഇല്ലാതാക്കുന്നതിനു പകരം അതിനെ കൂടുതൽ സുരക്ഷിതമായ ഭൂഗർഭ സംവിധാനങ്ങളിലേക്ക് മാറ്റാൻ പ്രേരിപ്പിക്കുകയാണ്. ഇറാനും അതേ പാത പിന്തുടരുന്നതായാണ് ഇപ്പോഴത്തെ സൂചനകൾ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.